ആരെയും ആകർഷിക്കുന്ന ശാന്തസുന്ദരമായ ഭൂപ്രകൃതി, സഞ്ചാരികളെ കാത്തിരിക്കുന്ന അനേകായിരം വിസ്മയങ്ങളും മായക്കാഴ്ചകളും, മനുഷ്യോൽപത്തി മുതൽക്കുള്ള പാരമ്പര്യം അവകാശപ്പെടാവുന്ന അനുഗ്രഹീത ഭൂമി, യൂറോപ്യൻ അധിനിവേശത്തിന് അടിമപ്പെടാതെ നിലകൊണ്ട ചുരുക്കം രാഷ്ട്രങ്ങളിലൊന്ന്. വിശേഷണങ്ങൾ ഏറെയാണെങ്കിലും പട്ടിണിയും പരിവട്ടവും കൊണ്ടും വിചിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഒരു രാജ്യമുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 4 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടം എത്യോപ്യ. ആഫ്രിക്കയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ വിളനിലമാണ് ഈ രാജ്യം. വളരെ രസകരവും കൗതുകകരവുമായ നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ടെങ്കിലും ഒരു മത്സരം പ്രത്യേകം ശ്രദ്ധ നേടുന്നതാണ്: കുടവയർ മത്സരം. ലോകം സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഒന്നായി മെലിഞ്ഞ ശരീരത്തെ കണക്കാക്കുമ്പോൾ എത്യോപ്യയിലെ ഒരു ജനവിഭാഗം കുടവയറിനെ ആഘോഷിക്കുന്നു. അത്ഭുതകരം അല്ലേ? എത്യോപ്യയിലെ ഓമോ താഴ്വരയിൽ താമസിച്ചു വരുന്ന ബോഡി ഗോത്രവർഗ വിഭാഗമാണ് കുടവയറിനെ ആഘോഷിക്കുന്നതും വലിയ വയറുള്ളവരെ കണ്ടെത്തി ആദരിക്കാൻ മത്സരം സംഘടിപ്പിക്കുന്നതും. ബാർട്ടർ സമ്പ്രദായം ഇപ്പോഴും തുടരുന്ന, കാർഷിക വൃത്തിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമായി സ്വീകരിച്ച ജനതയാണ് ബോഡി ഗോത്ര വിഭാഗം. എത്യോപ്യൻ കലണ്ടർ പിന്തുടരുന്ന ഇവർക്ക് പുതുവർഷം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സമയത്താണ് കായൽ എന്നറിയപ്പെടുന്ന കുടവയർ മത്സരം നടക്കുന്നത്. മിക്ക ആഫ്രിക്കൻ സമൂഹങ്ങളിലും സ്ത്രീകൾ പ്രത്യുൽപാദന ക്ഷമതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഒരു ചടങ്ങായി തടിപ്പിക്കൽ നടത്തുന്നുണ്ടെങ്കിലും കായൽ ചടങ്ങ് പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒന്നാണ്. മത്സരത്തിന് മുമ്പ് ബോഡിയിൽ ഉൾപ്പെടുന്ന 14 വംശങ്ങൾ തങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു യുവാവിനെ തെരഞ്ഞെടുക്കുന്നു. അതോടെയാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിന് തുടക്കമാകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാവിനെ കാത്തിരിക്കുന്നത് കഠിനമായ പരീക്ഷണങ്ങളുടെ നീണ്ട 6 മാസമാണ്. പുറം ലോകത്തിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഒരു കുടിൽ തന്റെ ലോകമാക്കി വേണം പിന്നെ അവൻ നീണ്ട 6 മാസക്കാലം ജീവിക്കാൻ. ഈ കാലയളവിൽ കന്നുകാലികളുടെ ചുടുരക്തവും പാലും ചേർത്ത പ്രത്യേക വിഭവമാണ് ഭക്ഷണമായി നൽകുന്നത്. കുന്തമോ കത്തിയോ ഉപയോഗിച്ച് പശുക്കളുടെ ഞരമ്പുകളിൽ മുറിവുണ്ടാക്കിയാണ് രക്തം ശേഖരിക്കുന്നത്. ശേഷം ഈ മുറിവ് കളിമണ്ണ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഇത് ശരീരം വേഗത്തിൽ തടിക്കാൻ കാരണമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാലയളവിലൊന്നും ഒരു തരത്തിലുള്ള ശാരീരിക അധ്വാനത്തിനോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. 6 മാസത്തിന്റെ അവസാനം മത്സരാർത്ഥികൾ പുറത്തിറങ്ങും. കളിമണ്ണും ചാരവും ശരീരമാസകലം പൂശി മണികളും തൂവലുകളും കൊണ്ട് അലങ്കരിച്ച് അവർ മത്സരവേദിയിലേക്ക് ആനയിക്കപ്പെടുന്നു. വേദിക്ക് സമീപമുള്ള പുണ്യവൃക്ഷങ്ങൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നു. നൃത്തത്തിനൊടുവിൽ ഗോത്രത്തലവനും സംഘവും ചേർന്ന് മത്സരാർത്ഥികളിൽ ഓരോരുത്തരുടെയും കുടവയർ അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റവും അധികം വയറുള്ളയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. കുടവയർ മത്സരം വെറും ശാരീരിക പ്രദർശനം മാത്രമല്ല, അത് ധൈര്യത്തിന്റെയും പുരുഷത്വത്തിന്റെയും ഒരു പ്രകടന രൂപമാണ് ബോഡി ഗോത്രത്തിന്. ആൺകുട്ടികൾ പുരുഷന്മാരായി വളർന്നു വരുമ്പോൾ സമൂഹം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധൈര്യവും കരുത്തുമാണ് ഈ മത്സരത്തിലൂടെ പുറത്തു വരുന്നത്. വിവാഹത്തിനു മുൻപ് പലയിടത്തും യുവാക്കൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ ശേഷി തെളിയിക്കേണ്ടതുണ്ട്. അതിലൂടെ തന്നെ അവർക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതും പതിവാണ്. വിവാഹ അഭ്യർത്ഥനകൾ പോലും മത്സരശേഷം പലർക്കും വന്നു ചേരാറുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഗോത്രം തങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് വളരെ സ്വകാര്യത പുലർത്തുന്നതിനാൽ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഗ്രാമത്തിൽ പ്രവേശിക്കാനോ അവരുടെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനോ കഴിയില്ല. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. വളരെ മനോഹരമായ പ്രകൃതിയും ചരിത്രവുമാണ് എത്യോപ്യയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. എത്യോപ്യയുടെ തലസ്ഥാന നഗരിയാണ് ആഡിസ് അബാബ. പുതിയ പുഷ്പം എന്നാണ് ഈ പേരിന്റെ അർത്ഥം. പ്രാചീനമായ ദേവാലയങ്ങൾ മുതൽ ആധുനികത തുളുമ്പുന്ന തെരുവുകൾ വരെ ആഡിസ് അബാബയുടെ മാറ്റുകൂട്ടുന്നു. എത്യോപ്യൻ സംസ്കാരത്തിന്റെ നേർക്കാഴ്ച നൽകുന്നതാണ് ഈ നഗരം. AD 330 മുതൽ ഔദ്യോഗികമായി ക്രിസ്തുമതം സ്വീകരിച്ച എത്യോപ്യയിലാകട്ടെ അനേകം ഭൂഗർഭ പള്ളികളുണ്ട്. മണ്ണിനടിയിൽ പാറക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പചാരുതയാർന്ന 11 പള്ളികളാണ് വടക്കൻ എത്യോപ്യൻ പട്ടണമായ ലാലിബലയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ആരാണ് ഈ പള്ളികൾ നിർമ്മിച്ചത് എന്നതിനെ ചൊല്ലി പല സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 12-13 നൂറ്റാണ്ടുകളിൽ സാഗ്വേ രാജവംശത്തിലെ രാജാവായിരുന്ന
ഗബ്രെ മെസ്കൽ ലാലിബെലയുടെ പേരിലാണ് ഗ്രാമം അറിയപ്പെടുന്നത്. വിശുദ്ധ നഗരമായ ജെറുസലേമിനെ സ്വന്തം രാജ്യത്ത് പുനർനിർമ്മിക്കാനായി അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ പള്ളികളെന്ന് പറയപ്പെടുന്നു. 11 പള്ളികൾ പണിയാൻ 24 വർഷമെടുത്തു. വർഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എത്യോപ്യക്കാരുടെ കലണ്ടർ നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എത്യോപ്യൻ കലണ്ടർ പ്രകാരം 13 മാസമാണ് ഒരു വർഷം. 12 മാസങ്ങൾക്ക് 30 ദിവസങ്ങളുണ്ട്. പാഗുമേ എന്ന് വിളിക്കുന്ന അവസാന മാസത്തിൽ 5 ദിവസവും. ഇതിനർത്ഥം അവർ ലോകത്തെ അപേക്ഷിച്ച് 7 മുതൽ 8 വർഷം വരെ പിന്നിലാണെന്നാണ്. ഇനി എങ്ങനെ ഈ രാജ്യത്തെത്തുമെന്ന് നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് എത്യോപ്യയിലേക്ക് എത്താൻ ഈ വിസയാണ് വേണ്ടത്. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് എത്യോപ്യ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും എത്യോപ്യയിലെ അഡിസ് അബാബ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാന സർവീസുകൾ ലഭ്യമാണ്.